നമസ്കാരം. ജയൻ ടോക്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നലെ പ്രവേശനോത്സവമായിരുന്നു. സ്കൂളുകളിലൊക്കെ പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിൻ്റെ ആഘോഷം. പട്ടത്ത് എൻ്റെ വീടിൻ്റെ സമീപത്തായിരുന്നു സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രി നടത്തിയ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ആ പ്രവേശനോത്സവം ദൂരെ ഇരുന്ന് കണ്ടു. സാധാരണ മുഖ്യമന്ത്രി 10, 20, 30 കാറുകളുടെ അകമ്പടിയോട് വരുന്ന സ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രി 3 കാറുകളുടെ അകമ്പടിയോടെ വരുന്നതും വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അവിടെ കയറുന്നതും ഉദ്ഘാടനം നടത്തുന്നതൊക്കെ ദൂരെ ഇരുന്ന് കണ്ടു. അതിനുശേഷം മറ്റൊരു പ്രവേശനോത്സവത്തിന് പോയി. അത് സെക്രട്ടേറിയറ്റിലായിരുന്നു. പുതിയ സർക്കാർ വന്നതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ ജനങ്ങളുടെ പ്രവേശനോത്സവം. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ഞാൻ തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായി വന്നിട്ട് ഇപ്പോൾ ഏകദേശം 40 വർഷത്തോടടുക്കുകയാണ്. അതിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നതിന് എനിക്കൊരു വളരെ മനസ്സിന് വൈക്ലഭ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ചെന്ന് ആ ഗേറ്റ് കിടക്കുമ്പോൾ എന്തോ ഒരു തടവറയിലേക്ക് കിടക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ പോയപ്പോൾ ഭയങ്കര മാറ്റം. ഇത് വെറുതെ ഒരു വിമർശനത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. സത്യസന്ധമായിട്ടുണ്ടായൊരു എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ നേരെ ചെല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഓർമ്മയോടെ ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാനവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഗേറ്റ് കടന്നിട്ടാണ് ഇതിൻ്റെ ക്യാമ്പസിനുള്ളിൽ കടന്നിട്ടാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഓഫീസിൽ പോകേണ്ടത്. ഗേറ്റിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ പോലീസ് സന്നാഹം ഉണ്ടാവും. അവിടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ചോദ്യം ആരെ കാണാനാ? അപ്പോൾ നമ്മൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ കാണാനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയെ കാണാനാണ്. അവിടെ നിന്ന് അനുവാദം മേടിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ പറയുന്നു അനുവാദം മേടിച്ചിട്ടുണ്ട്. എങ്കിൽ അവരോട് വിളിച്ച് പറയാൻ പറയൂ. അപ്പോൾ നമ്മൾ അവരെ വിളിക്കുന്നു. ഉടനെ അവർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ പറയുന്നു അനുവാദം ഇതുവരെ ഇവിടെ കോൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മളെ ഗേറ്റിൽ തന്നെ തടഞ്ഞു നിർത്തുന്നു. ഇത് ആലോചിച്ച് നോക്കണം. ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന അനുഭവമാണ് ഞാനിത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചതാണ്. അതിനുശേഷം ഇതെല്ലാ പത്രപ്രവർത്തകരുടെയും അനുഭവം അതായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ റിപ്പോർട്ടിങ്ങിന് നമ്മൾ വണ്ടിയിൽ കയറി പോവുകയാണെങ്കിൽ വണ്ടിയുടെ എംബ്ലം കാണുമ്പോൾ കയറ്റി വിടുമായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു പീഡനം സഹിച്ച് അതിനകത്ത് കിടക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അകത്ത് കിടന്നാലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നാൽ അവിടെ പ്രത്യേകമായ സ്കാനിങ്, പ്രത്യേകമായ സെക്യൂരിറ്റി, അവിടെ വീണ്ടും തടഞ്ഞു നിർത്തുന്നു. വീണ്ടും നമ്മൾ പറയുന്നു നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കയ്യിൽ പത്രപ്രവർത്തകൻ്റെ പാസ്സും ഒന്നുമില്ല. വേറെ പത്രപ്രവർത്തകൻ്റെ പാസ് ഉണ്ടായിരുന്ന അക്രഡിറ്റേഷൻ കാർഡ് ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇതിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അക്രഡിറ്റേഷൻ കാണിച്ചാൽ എവിടെയും ഒരു പത്രക്കാരന് പ്രവേശനം കൊടുക്കണമെന്നുള്ള നിയമമാണ് പണ്ടുണ്ടായിരുന്നത്. ഇവിടെ അക്രഡിറ്റേഷൻ കാർഡിന് പുല്ലുവില പോലും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നല്ല സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് പോലും ഈ ഉദ്യോഗസ്ഥന്മാരെ കൽപ്പിച്ചിരുന്നില്ല. അത് പോകട്ടെ, പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതല്ല, ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം മുഖത്ത് ഒരുതരം ഒരു വെറുപ്പിൻ്റെയും ഒരു വിദ്വേഷത്തിൻ്റെയും ഒരു ഭാവമായിരുന്നു. നമ്മളോടൊരു സൗഹൃദ ഭാവം അവരുടെ മുഖത്ത് കാണാൻ കഴിയുമായിരുന്നില്ല. ഇതെങ്ങനെ എല്ലാവർക്കും ഒരുപോലെ വന്ന് ഭവിക്കുന്ന അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കയറുന്നിടത്ത് വീണ്ടും തടസ്സം. അവിടെയും ഇതേ ചോദ്യങ്ങളെല്ലാം ആവർത്തിക്കുന്നു. എല്ലാം കഴിഞ്ഞ് സ്കാനിങ്ങും കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റ് കയറി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലെത്തിയാൽ അവിടെ വീണ്ടും അടുത്ത ഉദ്യോഗസ്ഥൻ നമ്മളെ തടയുന്നു. അവിടെ പത്രപ്രവർത്തകനാണെന്നോ നമ്മൾ പേര് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെയും ചോദിക്കുന്ന ആരെ കാണാനാണ്, എന്ത് കാണാനാണ്, ഇങ്ങനെയെല്ലാം ചോദിച്ച് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നാലെ ഒരു അദൃശ്യമായ ഒരു കണ്ണിങ്ങനെ നമ്മളെ പിന്തുടരുന്നൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഞാൻ വിരലെണ്ണാവുന്ന സമയത്ത് മാത്രമേ ആ കോമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ടുള്ളൂ. ഇത് 40 വർഷം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനായി കഴിഞ്ഞ ഒരു പത്രപ്രവർത്തകൻ്റെ അനുഭവമായിട്ട് മാത്രം എടുത്താൽ മതി. ഇത്രയും ദീർഘകാലം തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകരായി പ്രവർത്തിച്ചവർ വളരെ അപൂർവമായിരിക്കും. അതിനുശേഷം പിന്നെ ഉണ്ടായ ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ട് പോകാനും ഞാൻ തയ്യാറായിട്ടില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ആകെ പ്രതീക്ഷിക്കുന്ന ഈ പോലീസുകാരൻ എന്നെ തടയുമെന്നാണ്. പക്ഷേ പോലീസുകാരൻ തടയുന്നില്ല എന്ന് മാത്രമല്ല, സൗഹൃദമായ ഭാവത്തോടെ അവിടെ ഇരിക്കുന്നു. എന്നിട്ടും എനിക്ക് കയറാൻ ഒരു പേടിയാണ് സെക്രട്ടേറിയറ്റിനകത്തേക്ക്. എങ്കിലും ഞാൻ ആ പോലീസുകാരൻ എന്നെ ഇപ്പോൾ തിരിച്ചു വിളിക്കുമെന്നുള്ള ഒരു ചിന്തയോടെ ഞാൻ അകത്തേക്ക് കിടക്കുന്നു. പക്ഷേ പോലീസുകാരനെ തിരിച്ച് വിളിക്കുന്നില്ല. ഞാൻ അകത്തേക്ക് കയറുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്നു. അവിടെ പോലീസുകാരുണ്ട്. ഞാൻ വിചാരിക്കുന്ന ഇവരെന്നെ തടയുമെന്ന്. പക്ഷേ അവരെന്നെ തടയുന്നില്ല. ഞാനത് അകത്തേക്ക് കയറുന്നു.
ലിഫ്റ്റിൽ കയറുന്നു, മുകളിലെത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനവിടെ വീണ്ടും തടയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആരും അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. അവിടെ ആൾക്കൂട്ടമുണ്ട്, അതൊക്കെ ശരിയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ വന്നവരോ അല്ലാത്തവരോ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു മാറ്റം ശരിക്കും ഇതൊരു പ്രവേശനോത്സവമായിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ, അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാവും, ഖത്തർദാരികളുണ്ടാവും, ഒക്കെ ഉണ്ട്, ആളുകളുടെ ഒരു പ്രവേശനോത്സവം. അവരിപ്പോൾ വരുന്നത് ആഘോഷം സന്തോഷവും പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം മന്ത്രിമാർ വന്നേ ഉള്ളൂ, ശുപാർശയ്ക്കുള്ള സമയമൊന്നും ആയിട്ടില്ല. മന്ത്രിമാർ എല്ലാവരും പഴയ ആളുകളുണ്ട്, പുതിയ ആളുകളുണ്ട്. പുതിയ ആളുകളൊക്കെ അവരുടെ ലാവണങ്ങൾ അവരുടെ ഓഫീസുകളിൽ കണ്ടെത്താനും അത് കണ്ടെത്തി അവിടെ പലർക്കും പേഴ്സണൽ സ്റ്റാഫ് ആയിട്ടില്ല. അപ്പം പുതിയ മന്ത്രിമാരെ സംബന്ധിച്ച് അവർക്ക് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തന ഘടന തന്നെ കൃത്യമായിട്ട് ഇപ്പോഴും അറിയാമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ അറിയാവുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ ഒരു പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് പോയി. അവിടെയും ഇത് തന്നെ, അവിടെയും ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആഘോഷമാണ് നടക്കുന്നത്. മറ്റൊരു പ്രവേശനോത്സവം അസംബ്ലിയിലെ ഗേറ്റിൻ്റെ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ പാസ്സില്ലാതെ കയറ്റത്തില്ല. പക്ഷേ എനിക്ക് പാസ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സ്പീക്കറുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അവർ താഴേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്ക് അകത്ത് പ്രവേശനം കിട്ടി. അവിടെ ചെന്ന് കയറുമ്പോൾ നിറയെ എല്ലാ മന്ത്രിമാരുടെയും ഓഫീസിന് മുന്നിൽ തിരക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും തിരക്കോട് തിരക്ക്. പ്രതിപക്ഷ നേതാവ് എൻ്റെ ഓഫീസിന് മുന്നിൽ മാത്രം വിജനമായി കിടക്കുന്നു. കാരണം അവിടെ ഇപ്പോൾ പോലീസില്ല, പട്ടാളമില്ല, ജനമില്ല, ഒന്നുമില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ ഓഫീസ് ഒരു നിശബ്ദമായ ഒരു മരണവീടിൻ്റെ അന്തരീക്ഷത്തിൽ കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആൾക്കൂട്ടക്കാരന് അടുക്കാൻ പറ്റുന്നില്ല. എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും നല്ല തിരക്ക്. ആളുകൾ ഇങ്ങനെ 10 വർഷത്തേക്ക് ശ്വാസം മുട്ടി കഴിഞ്ഞ ആളുകൾ, പാർട്ടി പ്രവർത്തകർ ഈ നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് ഒരു കൊച്ചുകുട്ടികളുടെ ആഹ്ലാദത്തോടെ, ഒരു സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുടെ ആഹ്ലാദത്തോടെ ഒരു പ്രവേശനോത്സവത്തിൽ എന്ന പോലെ കടന്നു പോകുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ കഴിഞ്ഞ 30 വർഷം ഞാൻ ഈ സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയ ആളാണ്. ആദ്യം പഴയ സെക്രട്ടേറിയറ്റ്, ഇപ്പോൾ പുതിയ സെക്രട്ടേറിയറ്റ്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷം ഇതെങ്ങനെയായിരുന്നു എന്നുള്ളതും കണ്ട ആളാണ്. ഈ മാറ്റവും ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി, ജനാധിപത്യം എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ള മാറ്റമാണെന്ന്. അപ്പോൾ ഇവിടെ പ്രജയിൽ നിന്ന് പൗരനിലേക്കുള്ളൊരു മാറ്റം തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ 102 MLA-മാരെ ഞാൻ കണ്ടതെല്ലാം സർവ്വതന്ത്ര സ്വതന്ത്രരായിട്ടാണ്. പണ്ട് ഞാൻ കാണുമ്പോൾ 99 MLA-മാരും ഏതോ ഒരു ചെങ്ങലാൽ ബന്ധിക്കപ്പെട്ടതുപോലെയാണ് ഞാൻ കണ്ടിരുന്നത്. അവരെല്ലാം ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ നിയന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർ ചിരിക്കുന്നതിനും അവർ സംസാരിക്കുന്നതിനും അവർ ചോദ്യം ചോദിക്കുന്നതിനും ഒക്കെ വിലക്കുകളുണ്ടായിരുന്ന ഒരു സഭയാണ് ഞാൻ കണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട്. എന്നാലിപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, സ്വതന്ത്രമായി നീങ്ങുന്ന, രാഷ്ട്രീയത്തിനും പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനുമൊക്കെയുള്ള ആ വിലങ്ങുകളും തടസ്സങ്ങളും ഇല്ലാതെയുള്ള ഒരു നിയമസഭാ മന്ദിരമാണ് കണ്ടത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ ചെന്നപ്പോൾ അദൃശ്യമായ ഒരു ഇരുമ്പുമറ പണ്ടുണ്ടായിരുന്നെങ്കിൽ 10 വർഷമായിട്ട് ആ ഇരുമ്പുമറ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുമായിരുന്നു. ആ ഇരുമ്പുമറയാണ് നമ്മളെ അവിടെ തടഞ്ഞു നിർത്തുന്നത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഇരുമ്പുമറയ്ക്കുള്ളിലേക്ക് കിടക്കുന്ന പോലെ നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ഇരുമ്പുമറയുടെ ഒരു അദൃശ്യശക്തി നമ്മളെ തടഞ്ഞു നിർത്തുന്ന പോലെ തോന്നുന്നു. അവിടെ ആളുകളുടെ ഒരു സൗഹൃദമായ ഒരു പെരുമാറ്റം വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാവരും നമ്മളെ സംശയത്തോടെ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതൊന്നും ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, എനിക്കുണ്ടായി എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാറ്റം അതുകൊണ്ട് സ്വാഗതാർഹമാണ്. ഈ മാറ്റം തന്നെ വലുതാണ്. ഈ മാറ്റം തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു കാറ്റ് വീശുന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. നല്ല ഭരണം കൂടെ കാഴ്ചവെക്കാനായിട്ട് ഈ ഗവൺമെൻറ് കഴിഞ്ഞാൽ മാത്രമേ ജനം വീണ്ടും ഈ ഗവൺമെൻറ്റിനെ തിരിച്ച് ഇവിടേക്ക് അയക്കുകയുള്ളൂ എന്നുള്ള കാര്യം മുൻ അനുഭവങ്ങളും നമുക്കറിയാം. വാഗ്ദാനങ്ങൾ നൽകുന്നത് മാത്രമല്ല, വാക്കുകൾ നൽകുന്നത് മാത്രമല്ല, അത് പാലിക്കുന്നതും കൂടി ആയിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ജനങ്ങളുടെ ഈ പ്രവേശനോത്സവത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് ഈ മാറ്റത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.